താരിഫ് യുദ്ധം, ട്രംപും ഇന്ത്യയും തമ്മിലുള്ള താരിഫ് യുദ്ധം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ കണ്ടു അലാസ്ക ഉച്ചകോടി. മോസ്കോയിൽ ട്രംപും പുടിനും തമ്മിലുള്ള ആ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല. എന്നാൽ ട്രംപ് പുടിൻ ഉച്ചകോടി ഏതാണ്ട് ഒരു സമവായത്തിൽ തിരികെയാണ് ചെയ്തത്. ആ സമവായം അനുസരിച്ച് അവർ രണ്ടാമതും സെലൻസ്കിയുമായിട്ടും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ടും റഷ്യയുടെ സന്ദേശം ട്രംപ് കൈമാറുന്ന ഒരു പോസ്റ്റ്മാന്റെ പണിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തത്. അതുവഴി എന്തെങ്കിലും സമാധാനം ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വേർ നോ സൈൻ ഓഫ് പീസ്. അവിടെ റഷ്യ ചെയ്ത ചില ആർഗ്യുമെന്റ്സ് ഉക്രൈൻ അംഗീകരിക്കണമെന്നായിരുന്നു പുടിന്റെ സന്ദേശം. ആ സന്ദേശത്തെ സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളും നിരാകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതുവഴി പോസിറ്റീവായിട്ട് യാതൊന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ചതായിട്ട് കാണാനില്ല. ഇതുവഴി ഒരു സമാധാന ദൂതന്റെ മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുള്ള ട്രംപിന്റെ പദ്ധതികളുടെ പാളിപ്പോയി എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയുമായിട്ട് എന്താണ് ബന്ധം? ഇന്ത്യ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വരെ അലാസ്ക ഉച്ചകോടിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. കാരണം അലാസ്ക ഉച്ചകോടിയിൽ ട്രംപ് തൻ്റെ പദ്ധതി വിജയിപ്പിക്കുകയാണെങ്കിൽ, അതായത് റഷ്യയുമായിട്ടുള്ള ഉച്ചകോടി വലിയൊരു സമാധാനം സാധ്യമാവുകയാണെങ്കിൽ, കരാറിലെത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഷ്യ ഇന്ത്യ വ്യാപാര ബന്ധം അതിനിടയിൽ സംസാര വിഷയമാവില്ല. ഇന്ത്യക്ക് സാധാരണഗതിയിലുള്ള വ്യാപാര ബന്ധം തുടരാൻ സാധിക്കുമെന്നായിരുന്നു അതിന്റെ സൂചന. അതാ ഇന്ത്യ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് എന്നുള്ള കാര്യം സംശയമാണ്. എന്തിനാണ് ഇന്ത്യ ഇതിനകത്തൊരു കക്ഷിയല്ല. ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണഭൂതനോ അതിനെ നിർത്തലാക്കേണ്ട ഉദ്ദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ഷിയല്ല അതിന്. പക്ഷെ എന്തിനാണ് ഇന്ത്യയെ അല്ലെങ്കിൽ വലിച്ചിടുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ ഈ യുദ്ധം അവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യാപാരം അമേരിക്കയുമായിട്ട് നടത്താം. എന്നാൽ ചൈന ഇതേ രീതിയിലുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ട്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ചൈന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് കണ്ടിട്ട് കണക്കുമില്ല. അതേസമയം ആ നിലപാട് ചൈനയ്ക്കെതിരെയില്ല. ഇന്ത്യക്ക് എന്തിനെതിരെയാണ് ഈ നിലപാടെടുത്തിട്ടുള്ളത്? ഇന്ത്യ ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. എന്നാൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ ഈ ഒരു ഉച്ചകോടി വഴി ഉണ്ടാകുന്ന സമാധാന ചർച്ച ഇന്ത്യയുടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം മറ്റൊരു രാജ്യത്തിന്റെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായിട്ട്, ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് വളരെ നിർഭാഗ്യകരമാണ്. എങ്കിലും ഇന്ത്യ വളരെ സൂക്ഷ്മത നിരീക്ഷിക്കും. ആ ചർച്ച ഉച്ചകോടി പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിനൊരു ഒരു പ്രതീക്ഷിച്ച ഗുണഫലം ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യ വൈറ്റ് ഹൗസുമായിട്ട് അല്ലെങ്കിൽ അകലം പാലിക്കാൻ അനുസരിച്ചു, റഷ്യയുമായിട്ട് കൂടുതൽ എടുക്കാൻ അനുസരിച്ചത്. അത് വളരെ തന്ത്രപരവും വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. ഞാനും ഇക്കാര്യത്തിൽ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇന്ത്യയുടെ നിലപാട് ഇത്തരത്തിലുള്ളതായിരിക്കണമെന്ന് തന്നെയാണ് നിലപാടെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അങ്ങാടിയിൽ തോന്നിയ അമ്മയോടെ എന്ന നിലപാടാണ് ട്രംപ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ ഇന്ത്യയെ തന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഉച്ചകോടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇന്ത്യ അതിന്റെ പരമായിട്ട് ഇന്ത്യക്കാണ് വില കൊടുക്കേണ്ടി വരുന്ന എന്ന നിലക്കാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വ്യാപാര ചിന്തം ഞങ്ങൾ നിലനിർത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അന്ന് ആഗസ്റ്റ് 28-ാം തീയതി നിലവിൽ വന്നിരിക്കുന്ന വ്യാപാര ചിന്തം എടുത്തു കളയേണ്ടതായിരുന്നു. പക്ഷെ അത് എടുത്തു കളയാതെ അത് വീണ്ടും ഒരു ഈഗോ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യയുടെ അടുത്തയാഴ്ച ചൈനയുമായിട്ടൊരു ചർച്ച വെച്ചിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ചൈന ഇന്ത്യ ചർച്ച 7 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ചൈനീസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രീമിയറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചൈനയും ഇന്ത്യയും ഇപ്പോൾ പൊതുശത്രുവായിട്ട് കാണുന്ന അമേരിക്കയെ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ കൗതുകകരമായ കാര്യം. പണ്ട് അമേരിക്കയും ചൈനയും നമ്മൾ യുദ്ധത്തിൽ ഇന്ത്യയെ കരുവാക്കിയിട്ടുണ്ടായിരുന്നു അമേരിക്ക. പക്ഷെ ഇന്ന് ചൈന അമേരിക്ക ബന്ധം കുറച്ച് ഊഷ്മളമായി മാറുമ്പോൾ ഇന്ത്യയുടെ അയൽക്കാരായിട്ടുള്ള ചൈനയുമായിട്ട് ഇന്ത്യ സൗഹൃദം, അതായത് ശത്രുവിന്റെ ശത്രു മിത്രമെന്ന ആ ഒരു ചാണക്യ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രം പൊളിറ്റിക്കൽ സയൻസിലെ ഒരു വലിയൊരു തന്ത്രമാണ്. ഫോറിൻ പോളിസിയിലെ ഒരു വലിയൊരു തന്ത്രമാണ് ചാണക്യൻ മുന്നോട്ട് വെച്ചുള്ള ഒരു തന്ത്രമാണ്. ആ ഒരു തന്ത്രം ഇന്ത്യ ഇവിടെ പുറത്തെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ആചാര്യനായ ചാണക്യന്റെ ആ തന്ത്രം ഇന്ത്യ പുറത്തെടുക്കുകയാണ്. ചൈനീസ് പ്രീമിയർ, ചൈനീസ് കിങ് ഷീ ജിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയായിരുന്നു മോഡി ചൈന ഇന്ത്യ ബന്ധം ഊർജിതമാക്കുകയാണ്. അതുവഴി ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുകയും അതുവഴി അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ തന്ത്രം ആയിട്ട് വരുന്നത്. ഈ തന്ത്രം വിജയിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമായി മാറിയിരിക്കണം. ബാക്കിയുള്ള എല്ലാ ഒപ്പീനിയൻസ് ഡിഫറൻസ്, അതിർത്തി തർക്കം ഉൾപ്പെടെ ഡിഫറൻസ് ഇവിടെ മാറ്റി വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ഇന്ത്യ നിരീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ ചൈന ബന്ധം സൂക്ഷ്മമാകും ഒരിക്കലും പാകിസ്ഥാൻ അംഗീകരിക്കില്ല എന്നുള്ളത് സത്യമാണ്.
പാകിസ്ഥാന്റെ നിലപാട് എക്കാലവും ഇന്ത്യ ചൈന ശത്രുത നിലനിർത്തുകയാണ്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധവും പാകിസ്ഥാൻ അതിനിടയ്ക്ക് വരുന്നത് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് എല്ലാവർക്കും നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ നയം അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി രംഗം അഭിമുഖീകരിക്കും. ചൈനീസ് പ്രസിഡന്റ് ക്ഷണപ്രകാരമായിട്ടാണ് ഇന്ത്യൻ പ്രീമിയർ അവിടെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഈ ഉച്ചകോടിയിൽ. ഇതുവഴി ഇന്ത്യ ചൈന വ്യാപാര ബന്ധം കൂടി ശക്തമാകേണ്ടതുണ്ട്. ഉണ്ടെങ്കിൽ അതിനകത്ത് ഇന്ത്യയും ചൈനയും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായ കാലങ്ങളിലാണ് ടിക്ടോക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യ നിരോധിക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് വളരെയധികം ആപ്പുകൾ നിരോധിച്ചു, ചൈനീസ് പ്രൊഡക്റ്റുകൾ നിരോധിച്ചു. അങ്ങനെ ചൈനയെ ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ നടത്തിയത്. എങ്കിലും ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യ ഈ സമയത്ത് വളരെയധികം പ്രതിസന്ധി നേരിടുന്ന സമയം ഇന്ത്യക്ക് റഷ്യ തള്ളാൻ ഒരു കാരണവശാലും സാധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളി ആരെയാണ് റഷ്യ എന്ന് അമേരിക്ക അംഗീകരിച്ചേ പറ്റും. അംഗീകരിക്കാതെ ഇന്ത്യ നിർവാഹമില്ല. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്. ഇന്ത്യക്ക് ആയുധം ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങൾ ഇന്ത്യയെ രക്ഷിക്കുക തന്നെ ഒരുപക്ഷെ ബ്രഹ്മോസ് മിസൈൽ പോലുള്ള ആയുധങ്ങളാണ്. അതിനകത്ത് റഷ്യയുടെ സംഭാവന എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് വളരെയധികം പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ട്രംപിന്റെ നയം എന്തായാലും ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനായിരിക്കും ഇപ്പോൾ ട്രംപ് ശ്രമിക്കുക. കാരണം ഇന്ത്യക്ക് ഒരു കാരണവശാലും റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു കാര്യം അമേരിക്കയിലുള്ള പലർക്കും അറിയാം. പക്ഷെ ട്രംപ് തന്റെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ഇന്ത്യൻ പ്രീമിയർ, ഇന്ത്യൻ സംവിധാനം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. റഷ്യ ഇപ്പോൾ വളരെയധികം സമ്മതം നേരിടുന്നുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയന്റെ വിരോധം, യുക്രൈൻ യുദ്ധത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകാത്തതിനാൽ സ്വാഭാവികമായിട്ടും നാറ്റോ രാജ്യങ്ങളുടെ സഹായത്തോടെ യുക്രൈൻ റഷ്യയെ കൂടുതൽ ആക്രമിക്കും. റഷ്യൻ ഓയിൽ റിഫൈനറീസ് കൂടുതൽ പ്രവർത്തനങ്ങൾ കൂടുതൽ മന്ദഗതിയിലാവും. അപ്പോൾ കൂടുതൽ ഉത്പാദനം നടത്തി കൂടുതൽ വില കുറഞ്ഞ് വിൽക്കുക എന്നുള്ളത് തന്ത്രമായിരിക്കും റഷ്യ സ്വീകരിക്കുക. അത് വില കുറഞ്ഞ് മേടിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ വില കുറഞ്ഞ് ഇന്ത്യയിലേക്ക് കൂടുതൽ എത്തുമ്പോൾ അത് മേടിക്കുക എന്നുള്ളത് ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയാണ്. കാരണം ഇന്ത്യക്ക് വില കുറഞ്ഞ് അമേരിക്ക എണ്ണ തരില്ലല്ലോ, സൗദി അറേബ്യ തരില്ല, മറ്റൊരു ഒപെക് രാജ്യങ്ങളും തരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അത് മേടിച്ചാൽ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ വില കുറച്ച് മേടിക്കുന്ന എണ്ണ പ്രോസസ് ചെയ്തിട്ട് അത് മറിച്ചു വിൽക്കുന്നു എന്നുള്ള ആരോപണം കൂടെ ഇന്ത്യക്കെതിരെ അമേരിക്ക നടത്തുന്നുണ്ട്. ഈ ട്രംപാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യ മേടിക്കുന്ന എണ്ണ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ട്രംപ് അറിയേണ്ട ആവശ്യമില്ല. അത് ഇന്ത്യക്ക് പലതരത്തിലുള്ള വ്യാപാര വിഷയങ്ങളുണ്ടാവും. പക്ഷെ അത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നതായിട്ടാണ് അത് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യൻ ജനത വളരെയധികം പ്രൈസാണ് ഓയിലിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ ചെലവ് കുറഞ്ഞ് ഓയിൽ കിട്ടിയിട്ട് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ട്രംപ് അതിലൂടെ ഒളിച്ചു കിടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നിരുന്നാലും അത്തരത്തിലുള്ള ഒരു സൂചനയും കൂടി വന്നതോടുകൂടി ഇന്ത്യൻ ഫോറിൻ പോളിസി അമേരിക്കയുമായിട്ടുള്ള ബന്ധം കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയി മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ചൈന ഇന്ത്യ ഉച്ചകോടി എന്ന് പറയുകയില്ല, ചൈനീസ് പ്രസിഡന്റുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രീമിയറിന്റെ മീറ്റിംഗ് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് വിദേശകാര്യ രംഗത്തെ ഇതൊക്കെ ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം.